ഏലക്കാട്ടി വന്നിരിക്കുക കേട്ടോ, പണിയെടുക്കാൻ വന്നതല്ല. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര വണ്ടിയുടെ സൗണ്ടാണ്, ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും, നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ തപ്പി ഇരിക്കാനുള്ള, അപ്പം എല്ലാം മൊത്തം നനഞ്ഞ് കിടക്കുക, മഴയായിരുന്നു ഇന്നലെ. അപ്പം ഷട്ടറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ, ക്ലൈമറ്റ് കണ്ടോ, മഞ്ഞ് മൂടി കിടക്കുവാണ്. അപ്പം നല്ല തണുപ്പും ഇതുണ്ട്, ഒരു വണ്ടി പോകുന്ന സൗണ്ടാണ്. ഇവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിലൊരു ചെറിയ പോക്കറ്റ് റോഡുണ്ട്, അപ്പോൾ അതിൽ വണ്ടി കയറിപ്പോയത്, നേരം ഞാൻ കട്ടാക്കിയതാണ് കേട്ടോ. കേൾക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല, മൈക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ആവുന്നത്ര സൗണ്ടിൽ പറയാൻ ശ്രമിക്കാം. അപ്പം നിങ്ങൾക്കൊരു പ്രയോജനമുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇന്നലെ ഫുള്ളും എനിക്ക് തലവേദനയായിട്ട് കിടക്കുമായിരുന്നു, മൈഗ്രെയിൻ ചെന്നിക്കുത്തെന്നൊക്കെ പറയത്തില്ല. അപ്പോൾ എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം കുറേ വർഷങ്ങളായി. അപ്പോൾ 2009 ഞാൻ പെരുമ്പാവൂരിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു ഇക്കായാണ് എനിക്ക് പറഞ്ഞു തന്ന ഈ മരുന്ന് കേട്ടോ. അപ്പോൾ എനിക്ക് എപ്പോഴും തലവേദന ഉണ്ടായിരുന്നു. തലവേദനയെന്ന് വെച്ചാൽ ചെറിയ തലവേദനയല്ല, മൈഗ്രെയിനാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാമല്ലോ, മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ വല്ലാത്ത അവസ്ഥയാണ്. അതായത് നമുക്ക് ചാകാൻ തോന്നും, അതുപോലത്തെ ഇതായിരിക്കും. ഒരു ദിവസമല്ല, ചിലപ്പോൾ 2 ദിവസമൊക്കെ ചിലർക്ക് കാണുമായിരിക്കും. ആ ഒരു ദിവസം വേദന എടുത്താലും പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഉറങ്ങി എണ്ണീറ്റ് ഇങ്ങനെ കുഞ്ഞൊന്നും നോക്കാൻ പറ്റത്തില്ല, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ആ അവസ്ഥ ഭയങ്കരമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരാളാണ്. നമുക്ക് രാവിലത്തെ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ പട്ടിണി നമ്മൾ ഇരുന്ന് കഴിഞ്ഞാലോ, പിന്നെ വെള്ളം കുടിക്കാതിരിക്കുക, പിന്നെ ടെൻഷൻ, പിന്നെ കരയുക, ഇതൊക്കെ ആകും. പിന്നെ വെയിലത്ത് നമ്മൾ കുറേ നേരം യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ പണിയെടുക്കുകയൊക്കെ ചെയ്ത് വെയിലത്ത് നിന്നുള്ള ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ്. ഞാനിങ്ങനെ ഇതുപോലെ എനിക്കെപ്പോഴും മൈഗ്രെയിൻ വന്ന കാരണം കൊണ്ട് ഇക്ക എനിക്ക് ഇതുപോലൊരു മരുന്ന് പറഞ്ഞു തന്നു. അന്നേരമാണ് ഞാൻ ഓർത്തത്, അയ്യോ നമ്മുടെ പ്രദേശങ്ങളിൽ ഇതേ ഉള്ളൂ, ഇഷ്ടംപോലെ കിട്ടുന്ന സാധനം ഇവിടെയും ഉണ്ട്. എൻ്റെ ജന്മസ്ഥലം വാഗമണ്ണിനടുത്ത ഏലപ്പാറയാണ് കേട്ടോ. അവിടെയാണെങ്കിൽ അപ്പുറം ഇപ്പുറം എല്ലാം ഈ തേയിലക്കാട്ടിൽ മൊത്തം, പിന്നെ അതുപോലെ പറമ്പുകളിലും എല്ലാം, നമ്മൾ പറമ്പിലൊക്കെ കുറേ നാൾ കയറാതിരുന്ന് കഴിഞ്ഞാൽ ഈ സാധനം വെട്ടി മാറ്റിയിട്ട് വേണം നമ്മൾ അതിനകത്തോട്ട് കയറാൻ. നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന സാധനമാണ് ഇതൊക്കെ. അപ്പം നിങ്ങൾക്കും കൂടെ പ്രയോജനം പെടുന്ന രീതിയാണല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനൊന്ന് പറയാമെന്ന് വെച്ചത്. അപ്പോൾ ഇന്നലെ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുത്തപ്പം ഞാൻ പെട്ടെന്ന് ഈ പറമ്പിനകത്തോട്ട് കയറി അത് ഞാൻ പിന്നെ ഉപയോഗിച്ചു. അപ്പോൾ എന്താണ് സാധനം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ചിലർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമായിരിക്കും. പിന്നെ അത് ആ ഇല പറിച്ചിട്ട് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ച് തിരുമ്മി ആ ഇലയും ആ ചാറും കൂടെ നമ്മുടെ ഒരു കാലിൻ്റെ 2 കാലിലും വെക്കണമെന്നില്ല, ഒരു കാലിൻ്റെ തള്ള വിരളയിലോട്ട് മൊത്തം വെച്ചിട്ട്, പിന്നെ അതൊരു തുണി വെച്ചോ അല്ലെങ്കിൽ എന്തേലും വെച്ച് ഇങ്ങനെ ചുറ്റിക്കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്നേരത്തെ ആ ബുദ്ധിമുട്ട് മാറും. ഇന്നലത്തെ ആ തലവേദനയുടെയാണ് എൻ്റെ ആ മുഖമൊക്കെ കണ്ടില്ലേ, ഇടിമ്പിച്ച പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എണ്ണീറ്റപ്പം തന്നെ ഒരു 10 മണിയായി. പക്ഷേ ഞാനിത് വെച്ച് ഉടനെ എനിക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് മാറി കേട്ടോ. എന്നിട്ട് ഞാൻ പകൽ കിടന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങി. പിന്നെ വൈകിട്ടും ആ ക്ഷീണം കാണും. എന്താണല്ലോ മൈഗ്രെയിനും ഇതൊക്കെ ഉള്ളവർക്ക് ഒരു 2 ദിവസത്തേന് ക്ഷീണം കാണും. കൂടുതൽ ഞാൻ നീട്ടുന്നില്ല, ആ സാധനം ഞാൻ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ. കാട്ടിക്കൂടെ പൊക്കോണ്ടിരിക്കുക കേട്ടോ, ഏലക്കാട്ടിക്കൂടെയാ. ദേ ഈ സാധനം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ. ദേ ഈ പൂവും ദേ കണ്ടോ, ഇതെന്നാന്ന് മനസ്സിലായോ? ഇതാണ് ഉണ്ണിച്ചെടി അല്ലെങ്കിൽ കൊങ്ങിണിച്ചെടി എന്നൊക്കെ പറയുമല്ലോ, ഇതാണ്. അപ്പോൾ ഈ പൂവല്ല നമുക്ക് ആവശ്യം, ഈ ഇലയാണ്. ഇത് ഇഷ്ടംപോലെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ഇല ഇങ്ങനെ, ഇലയില്ലേ, ഇല കുറച്ച് പറിക്കുക. ഇത് ഞാൻ കരിഞ്ഞ ഇലയാണ് പറിച്ചത്, തളിരിലയോ അല്ല, ഇങ്ങനത്തെ ഇല പറിക്കുക. എന്നിട്ട് നമ്മുടെ ഇല ഞാൻ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും മിക്ക സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകാറുള്ളതാണെന്ന് തോന്നുന്നു എനിക്ക്. പിന്നെ ഗൾഫിൽ പോകുന്നവർക്കൊക്കെ തലവേദന ഉണ്ടെങ്കിൽ ഇല പറിച്ച് കവറിനകത്ത് ആക്കി കൊണ്ടുപോകുന്നതേ ഉള്ളൂ വഴി, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഉണങ്ങി പോവായിരിക്കും, അറിയത്തില്ല, ഫ്രിഡ്ജിനകത്തൊക്കെ വെക്കേണ്ട വരുമായിരിക്കും. അപ്പം ഈ ഇല പറിച്ച് ഉള്ളംകൈയിൽ വെച്ചിട്ട് നന്നായിട്ട് തിരുമുക.
ഇലയും ഇതിൻ്റെ ചാറും കൂടെ ചേർത്തിട്ട് ഇടത്തേക്കാലോ വലത്തേക്കാലോ അതിൻ്റെ തള്ള വിരലിലേക്ക് വെച്ച് തുണി വെച്ച് കെട്ടുക. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. എനിക്ക് നന്നായിട്ട് 100% ഉറപ്പാണ്, മാറുന്നുണ്ട് എനിക്ക്. പിന്നെ ചിലർക്ക് മാറത്തില്ല എന്നൊക്കെ പറയുമായിരിക്കും, എനിക്കറിയത്തില്ല. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് മാറിയിട്ടുണ്ട്. അപ്പം ആ ഇക്ക പോലെ എനിക്ക് ആദ്യമേ ഇതിൻ്റെ ഈ ഇല എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നില്ലായിരുന്നു. ആദ്യമേ തിരുമ്മി കൊണ്ട് എൻ്റെ കാലിൽ വെച്ച് കെട്ടിത്തന്നു. അപ്പം പറഞ്ഞു തന്നില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ എന്നെ ഇക്ക പറഞ്ഞു തരാത്തതെന്ന് ചോദിച്ചാൽ, അങ്ങനെ മരുന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല മോളെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചത്, എനിക്ക് നാളുകളിൽ ഇതുപോലെ തലവേദന വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ മരുന്നിനെക്കുറിച്ച് അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇക്ക എനിക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പം ഞാനൊരു യൂട്യൂബ് ചാനൽ നടത്തുന്ന കാരണം കൊണ്ട് എന്നെക്കൊണ്ട് 10 പേർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അത് സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പം മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, അതിൻ്റെ ഒരു വേദന എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയാം. അതുപോലെ പിള്ളേർ പോലും നമ്മളുടെ അടുക്കിലോട്ട് വന്ന് വർത്തമാനം പറയുന്നതോ അന്നത്തെ ദിവസം നമുക്ക് ഫോൺ പോലും എടുക്കാനായിട്ട് തോന്നത്തില്ല. ആരോട് സംസാരിക്കാനോ ഫുഡ് കഴിക്കാനോ ഒന്നും തോന്നത്തില്ല. ഞാൻ മുമ്പെയൊക്കെ ട്രിപ്പിട്ട് ആശുപത്രിയിലൊക്കെ കിടന്ന് ടാബ്ലറ്റൊക്കെ കഴിച്ച് കുറേ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം ഈ മരുന്ന് അറിയുന്നതിന് മുന്നേ ഇപ്പം അങ്ങനെ ഞാൻ ടാബ്ലറ്റ് കഴിക്കാറില്ല. ഇപ്പം ഞാൻ തൽക്കാലമാണെങ്കിലും ഈ മരുന്ന് യൂസ് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് കുറവുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് അഭിപ്രായം പറയുക. പിന്നെ മാറുമോ മറ്റുള്ളവർക്ക് മാറുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് മാറിയിട്ടുണ്ട്, 100% ഉറപ്പാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും താങ്ക് യു.